ഫിലിസ്തീനോട് നേരെ യുദ്ധത്തിന് വന്ന ഇസ്രായേൽ ജനം പരാജയപ്പെട്ടപ്പോൾ ഇസ്രായേൽ മൂപ്പന്മാർ പറഞ്ഞു, ശീലോവിൽ നിന്ന് യഹോവയുടെ നിയമപ്പെട്ടകം നമ്മുടെ ഇടയിൽ വരുത്തുക. അത് നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആലയത്തിലിരിക്കേണ്ട പെട്ടകം യുദ്ധക്കളത്തിൽ കൊണ്ടുവന്നു. പെട്ടകം കൊണ്ടുവന്നപ്പോൾ പെട്ടകത്തിൻ്റെ കൂടെ ഏലി പുരോഹിതൻ്റെ 2 മക്കളായ ഹൊഫ്നിയും ഫീനെഹാസും ഉണ്ടായിരുന്നു. ഏലി പുത്രന്മാരെക്കുറിച്ച് 2-ാം അധ്യായത്തിൽ പറയുന്നത് ഇവർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമെന്നാണ്. പെട്ടകം എത്ര വിശുദ്ധമാണെങ്കിലും കൂടെയുള്ളവരും കൂടെ നിൽക്കുന്നവരും വിശുദ്ധന്മാരല്ലെങ്കിൽ പരാജയം സംഭവിക്കും. ആ പരാജയം ഇവിടെയും സംഭവിക്കുന്നത് കാണാം. ഇവർ പരാജയപ്പെടുക മാത്രമല്ല, ഫെലിസ്ത്യർ പെട്ടകം പിടിച്ചെടുക്കുകയും ചെയ്തു. നാം പറയുന്ന വചനവും പ്രമാണവുമെല്ലാം വിശുദ്ധമാണ്. എന്നാൽ അത് പറയുന്ന നാം അല്ലെങ്കിൽ അത് കേൾക്കുന്ന നാം വിശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ നാം ഒരു പരാജയമായി മാറും. അതുകൊണ്ട് വചനം പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. നമ്മെ പരാജയപ്പെടുത്തുന്ന അശുദ്ധിയിൽ നിന്ന് നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്ന വിശുദ്ധിയിൽ നമുക്ക് നിലനിൽക്കാം.